ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മീരാസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയുടെ രുചിയുള്ള നല്ല അടിപൊളിയൊരു സോയാബീൻ കറിയാണ്. അതിനായിട്ട് സോയാബീൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ ആയി വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം ഒരു വലിയ തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ടു വന്ന് കഴിയുമ്പോൾ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക. അതിനുശേഷം അതൊന്ന് തുറന്ന് വീണ്ടും വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.